ഞാനോ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിലേക്ക് വന്നാൽ ഞാൻ അവനോട് കൂടെ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നീ ആരുമായിക്കോട്ടെ, നിന്റെ സാഹചര്യങ്ങൾ നോക്കി വിധിയെഴുതുന്ന ലോകത്തെ നീ നോക്കിയിരിക്കാതെ നിന്റെ ഹൃദയത്തെ നോക്കുന്ന രക്ഷകനായ, ലോകത്തിന്റെ പ്രകാശമായ, ജീവന്റെ അപ്പമായ, നിത്യജീവന്റെ മൊഴിയായ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിച്ചിരുന്ന, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അവൻ ഈ താഴ്ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ജനസ്ഥനെ മുതൽ അവനെ പടയാളികൾ അവന്റെ കയ്യിൽ ആമടിച്ചുകൊണ്ട് അവനെ 5 കോടതികളിൽ 7 തവണയായി മാറി മാറി വിചാരണ ചെയ്തു. ഒടുവിൽ പിലാത്തോസിന്റെ തലത്തിലേക്ക് അവനെ വഴി നടത്തി. അവനെ കുരിശു നിർത്തിക്കൊണ്ട് 2 പടയാളികൾ, ഒരാൾ ഇടതു നിന്നും മറ്റൊരാൾ വലതു നിന്നും അടിച്ചപ്പോൾ അവന്റെ മേലുള്ള മാംസപേശികൾ പറഞ്ഞുപോയി എന്ന് ബൈബിൾ പറയുന്നു. അകത്തെ അസ്ഥികഷ്ണങ്ങൾ പുറത്തേക്ക് വെളിപ്പെട്ടുവെന്ന് പറയുന്നു. പ്രിയ സുഹൃത്തെ, ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. അതെ, മക്കൾ ചെറുപ്പങ്ങളായിരിക്കെ അവനും അതേ ഭാരതത്തെ സ്വീകരിച്ചു. നിനക്കായി ഇറങ്ങി വന്നു. ഈ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ലക്ഷ്യമില്ല. ഈ സുവിശേഷം എന്ന നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നു. അതെ, അവന്റെ മേൽ രക്താംബരമെന്ന പത്രം ധരിപ്പിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് പടയാളികൾ മാറി മാറി തുപ്പി അവന്റെ ചെടുത്ത് കോല് കൊണ്ട് അടിച്ചു എന്ന് വചനത്തിൽ പറയുന്നു. അതെ, അവന്റെ ശിരസിൽ കിരീടം വെച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു മുള്ള് കോല് കൊണ്ട് അടിച്ചിറക്കിയപ്പോൾ അതിൽ നിന്നൊരു മുള്ള് കണ്ണിലൂടെ കയറിയിറങ്ങി എന്ന് വചനം, ചരിത്രം പറയുന്നു. അതെ, അവന്റെ ചുമടിൽ പച്ചപ്പൈമര കുരിശേറ്റിൽ ഏകപ്പെട്ടവനായി അവൻ കാലുകളിൽ തലയോരണം എന്ന അർത്ഥമുള്ള കുരിയിറക്കി ഏകനായി 2 കള്ളന്മാരുടെ മധ്യേ 3 കാലിലുമാനിമേൽ നാട്ടപ്പെട്ടവനായി അവന്റെ